ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ക്രാഫ്റ്റ് സപ്ലൈസ് വീഡിയോൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് കേട്ടോ. കുറേ പേര് പാർട്ട് 2 റിക്വസ്റ്റ് ചെയ്തിരുന്നു. കുറച്ചധികം ദിവസങ്ങളായി അപ്ലോഡൊന്നും ചെയ്യാറില്ല, ഞാൻ സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് വന്നിട്ടൊരു ക്രാഫ്റ്റ് വീഡിയോ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ടൈമില്ല. അതുകൊണ്ടാണ് ഞാൻ മെറ്റീരിയൽസ് കാണിച്ചത്, അതാകുമ്പോൾ എളുപ്പമാണല്ലോ. ക്യാൻവാസ് ഒന്ന് തുടങ്ങാം. ഇത് അക്രിലിക് പെയിൻറ്റിങ്ങിന് ഞാൻ യൂസ് ചെയ്യുന്ന ക്യാൻവാസാണ്. പല സൈസിലുള്ളത് യൂസ് ചെയ്യാറുണ്ട്. പവർ പെയിൻറ്റിങ്ങിനുമൊക്കെ ഞാൻ ക്യാൻവാസ് യൂസ് ചെയ്യാറുണ്ട്. വാൾ ഡെക്കോറിനും യൂസ് ചെയ്യാറുണ്ട്. കളർ പേപ്പേഴ്സ് നമുക്ക് ഒരുപാട് ക്രാഫ്റ്റിന് ഉപയോഗം വരുന്ന ഒരു സാധനമാണ്. ഇത് A4 സൈസ് ഉള്ള പേപ്പറാണ്. മാത്രമല്ല പലതരം കട്ടിയിലുള്ളതുണ്ട് കേട്ടോ. നോർമൽ പേപ്പറിൻ്റെ കട്ടിയിലുള്ളതും ഉണ്ട്, പിന്നെ കുറച്ച് കട്ടി കൂടിയ ടൈപ്പും ഉണ്ട്. അത് ഗ്രീറ്റിംഗ് കാർഡിനൊക്കെ കട്ടി കൂടിയ ടൈപ്പാണ്, ഫ്ലവറിനൊക്കെ കട്ടി കുറഞ്ഞ ടൈപ്പാണ് ഞാൻ എടുക്കാറ്. ഇത് A4 സൈസിലുള്ളൊരു പ്ലൈവുഡ് ഷീറ്റാണ്. ഇത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. ഇത് MDF ബോർഡാണ്. ഇത് പെയിൻറ്റ് ചെയ്യാൻ വാങ്ങിയതാണ്. പിന്നെ കട്ട് ചെയ്യാനായിട്ടാണ് ഞാൻ കൂടുതലും ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പേപ്പറൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ മേലെ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യാറ്. എൻ്റെ കയ്യിൽ കട്ടിംഗ് മാറ്റില്ല, അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ്. ഇത് ഫോം ഷീറ്റാണ്. ഫോം ഷീറ്റ് പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ഗ്ലിറ്റർ ഉള്ളതുണ്ട്, പിന്നെ പ്ലെയിൻ ഉണ്ട്, കൂട്ടത്തിൽ തന്നെ ഒട്ടിക്കാൻ പറ്റുന്ന ഒരു അഡ്ഹസീവ് ഉള്ള ടൈപ്പും ഉണ്ട്. ഇത് പ്ലെയിൻ ആണ്. ഞാൻ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചു. ഇത് ഡോയിലി പേപ്പറാണ്. ഇതിൻ്റെ ചുറ്റുമുള്ള ലേസ് പാറ്റേൺ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇപ്പോൾ കാർഡ് ഉണ്ടാക്കാനും വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഒക്കെ ഫ്ലാറ്റ് ലേയിൽ വയ്ക്കാനും ഒക്കെ ഈ പേപ്പർ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇത് പല സൈസിലും കിട്ടും നമുക്ക്. ഇത് ചെറുതാണ്. ഇത് പേപ്പർ റിബൺ. ഇത് നിങ്ങളിതിൻ്റെ കുറച്ചുകൂടെ ഒരു ചെറിയ സൈസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ എല്ലാ ഡെക്കറേഷന് വേണ്ടിയിട്ടും ഈ തോരണം തൂക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നാട്ടിൽ വാങ്ങുന്നതാണ്. ഇവിടെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു. ഞാൻ ബാക്കി വന്നതൊക്കെ എടുത്തു വെച്ചു. നല്ല കളേഴ്സാണ്, അപ്പോൾ എന്തെങ്കിലും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ക്രേപ്പ് പേപ്പർ ഒരു സെറ്റായിട്ട് വാങ്ങിയതാണ് കേട്ടോ. നല്ല നല്ല കളേഴ്സാണ്. വളരെ ലൈറ്റായിട്ടുള്ള ക്രേപ്പ് പേപ്പറാണ്, ഒട്ടും തന്നെ കട്ടിയില്ല. പിന്നെ ഇതൊക്കെ ഞാനിവിടെ അടുത്തുള്ള ഒരു ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നാണ് വാങ്ങുന്നത്. അവിടെ എല്ലാത്തിനും നല്ല റീസണബിൾ പ്രൈസാണ്. എൻ്റെ ഫ്രണ്ട് റിയാദിൽ നിന്ന് വന്നിട്ട് ഇവിടുന്ന് ഷോപ്പ് ചെയ്തിട്ടാണ് പോയത്. നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, ഞാനൊരു ഷോപ്പ് ടൂർ ചെയ്യാം. ഇതൊരു ക്രേപ്പ് പേപ്പർ തന്നെയാണ്, കുറച്ചുകൂടെ കട്ടിയുണ്ട്. അതിൻ്റെ ഗ്രെയിൻസൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. കുറച്ചുകൂടെ സ്ട്രെച്ച് ഉണ്ട് അതിന്, അത് കാരണം ഫ്ലവേഴ്സ് ഉണ്ടാക്കുമ്പോൾ. ഇത് ഷീറ്റായിട്ടുള്ള ക്രേപ്പ് പേപ്പറാണ് കേട്ടോ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയതാണ്. കുറച്ച് നല്ല നല്ല കളേഴ്സാണ്, ഡാർക്ക് കളേഴ്സാണ്. പിന്നെ ഇതിൽ തന്നെ എനിക്കൊരു ഡബിൾ കളറുള്ള ഷീറ്റ് കിട്ടി. അതായത് വൺ സൈഡ് ഒരു കളറ്, വൺ സൈഡ് വേറെ ഒരു കളറായിട്ടുള്ള ഷീറ്റ് എനിക്ക് കിട്ടിയായിരുന്നു. ഇത് കണ്ടോ, 2 കളറല്ലേ. പിന്നെ ഇത് പാറ്റേൺ പേപ്പറാണ് കേട്ടോ. ഗ്ലിറ്ററിൻ്റെ പാറ്റേൺസ് വരുന്ന പേപ്പറാണ്. ഇത് ഞാൻ ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഒരു സെയിലുണ്ടായിരുന്നു. അപ്പോൾ 1 റിയാലായിരുന്നു ഒരു ഷീറ്റിന്. അപ്പോൾ ഞാൻ കുറച്ച് ഷീറ്റൊക്കെ വാങ്ങി. കാർഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. പക്ഷേ ഞാനങ്ങനെ കട്ട് ചെയ്തിട്ടില്ല ഇതുവരെ, എല്ലാം ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു കാർട്ടൂണുള്ള ടൈപ്പും ഉണ്ട്. ഇത് കുറച്ച് ഗ്ലിറ്റർ പാറ്റേൺസ് ആണെങ്കിൽ കാർട്ടൂണും ഫ്ലോറലും ആയിട്ടുള്ള 2 ഷീറ്റും കൂടെ ഉണ്ട്. ഞാനത് വെച്ചിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. എപ്പോഴും ഒരേ ബാക്ക്ഗ്രൗണ്ട് ആവണ്ട എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഈ കാണിച്ച ഷീറ്റിനൊക്കെ 1 റിയാൽ തന്നെയായിരുന്നു. ഇത് ഡോട്ടിംഗ് ടൂളാണ്. ഡോട്ട് മണ്ടാലയൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. പിന്നെ നെയിൽ ആർട്ട് ചെയ്യാനും യൂസ് ചെയ്യാം.
ഈ ടൂൾസ് ഇല്ലെങ്കിൽ നമുക്ക് ഡോട്ട് മണ്ടാല ചെയ്യാം. പിന്നെ ചെറിയ റേറ്റിന് ഞാൻ ഡോട്ട് മണ്ടാല ടൂൾസ് കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഇത് പാലറ്റ് നൈഫാണ്. പാലറ്റ് നൈഫ് ഒന്ന് ട്രൈ ചെയ്യാൻ വാങ്ങിയതാണ്. ഇതെല്ലാം കൂടിയിട്ട് ഈ ബാഗിലാണ് ഇട്ട് വയ്ക്കാറ്. ഇത് ആക്ച്വലി ഒരു മേക്കപ്പ് ബാഗാണ്. അപ്പോൾ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഒരു ചെറിയ പൗച്ചിനകത്ത് കൊള്ളും. ക്രാഫ്റ്റ് ഐറ്റംസാണ് കൂടുതലും. ഇതെൻ്റെ ബോട്ടിൽ ലാമ്പിൽ യൂസ് ചെയ്യുന്ന LED ലൈറ്റ്സാണ്. ഇതൊക്കെ ഞാൻ 5 റിയാലിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. എനിക്കിവിടെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് 5 റിയാൽ ഷോപ്സ്. കാരണം നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസ് നമുക്ക് 5 റിയാൽ അല്ലെങ്കിൽ അതിന് താഴെയായിട്ട് കിട്ടും. ഇത് ഹൂപ്സാണ്, എംബ്രോയ്ഡറി ഹൂപ്സ്. ഡ്രീം ക്യാച്ചറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. ഒരെണ്ണം പൊട്ടിയത് വെറുതെ തന്നതാണ് കേട്ടോ കടയിൽ നിന്ന്. ഇത് ഫെദേഴ്സ് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. 2 ടൈപ്പാണ്. ഒന്ന് ചെറുതും ഒന്ന് നല്ല സ്റ്റിഫായിട്ടുള്ള വലിയ ഫെദേഴ്സുമാണ്. ഇതൊക്കെ ഡ്രീം ക്യാച്ചറിനും ബോട്ടിൽ ഡെക്കറേഷനും യൂസ് ചെയ്യാറുണ്ട്. പല റേറ്റാണ്. എല്ലാം ബിലോ 5 റിയാലായിരുന്നു. ഇത് ഫ്ലോറൽ വയറാണ്. ബൈൻഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന വയറാണ്. ഇത് ഷെൽഫ് ലൈനറാണ് കേട്ടോ കിച്ചണിലെ. പിന്നെ അതിൻ്റെ കളറും ആ സിമ്പിൾ ഡിസൈനും എനിക്കിഷ്ടമായപ്പോൾ വീഡിയോ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ഞാനിത് യൂസ് ചെയ്യാം. ഇതൊരു ടേപ്പിൻ്റെ റോള് പോലെ തോന്നും നമുക്ക് കാണുമ്പോൾ. അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഷീറ്റാണ് ഒട്ടിക്കാൻ പറ്റുന്നത്. ഇത് ഇവിടുത്തെ കുട്ടികളൊക്കെ ബുക്ക് കവർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ 2 എണ്ണം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ഇതെൻ്റെ കയ്യിലുള്ള 2 സ്റ്റെൻസിൽസാണ്. ഒന്നൊരു അറബിക് പാറ്റേണും പിന്നെ ഒന്ന് ലെറ്റേഴ്സും ആണ്. അപ്പോൾ ലെറ്റേഴ്സൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടുള്ള ടൈമിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഇത് എൻ്റെ ഗോൾഡൻ മാർക്കർ. നല്ല മാർക്കറാണ് കേട്ടോ. നല്ല കളറുണ്ട്. ചിലപ്പോൾ ഒക്കെ ഗോൾഡൻ കളറൊന്നും ശരിക്കും വരാറില്ല. നല്ല കളറാണിത്. ഇതൊരു ഗോൾഡനും സിൽവറും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 ടിപ്പുണ്ട്. ഒന്ന് പോയിൻറ്റഡുമാണ്, ഒന്ന് ചിസൽ ടിപ്പാണ്. ഇത് ഞാൻ അക്രലിക് പെയിൻ്റൊക്കെ ചെയ്യുമ്പോൾ ക്യാൻവാസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ലതാണ്. ഡൗട്ടായിട്ട് വാങ്ങിയതായിരുന്നു, പക്ഷെ ഒരുപാട് ഇഷ്ടമായി. ഇത് കാലിഗ്രഫിക്ക് യൂസ് ചെയ്യുന്ന ലെറ്ററിങ് പെൻ. ഇത് 2 സൈസാണ്. ഒന്ന് 20ഉം ഒന്ന് 10ഉമാണ് ഇതിൻ്റെ ടിപ്പിൻ്റെ സൈസ്. കാലിഗ്രഫിയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രാഫ്റ്റൊക്കെ ട്രൈ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പഠിക്കാൻ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്. എല്ലാം ശ്രമിച്ചു നോക്കാറുണ്ട്. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. എന്നാലും ഒത്തിരി ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം മെനക്കെട്ടിട്ട് തന്നെ ചെയ്യാനൊക്കെ നോക്കും. ഇതാണ് എൻ്റെ ത്രെഡ്സിൻ്റെ കളക്ഷൻ. കയർ, പിന്നെ റിബൺ, എല്ലാ തരം ത്രെഡ്സും ഞാൻ ഒരൊറ്റ ബോക്സിലാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. സാറ്റൻ റിബണും എല്ലാം. നമ്മുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങൾ വേണമെന്നൊന്നുമില്ല കേട്ടോ ക്രാഫ്റ്റ് ചെയ്യാൻ. ഇത്ര ഐറ്റംസ് ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുമെന്നൊന്നും നിങ്ങൾ കരുതരുത്. ഞാൻ ക്രാഫ്റ്റിംഗ് തുടങ്ങിയ സമയത്ത് ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അന്ന് എൻ്റെ കയ്യിലൊരു പേപ്പറും കത്രികയും പെയിൻറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്നും അങ്ങനെ ഒരു സപ്ലൈസിൻ്റെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ കൂടുതൽ കാണുമ്പോൾ ഓരോന്ന് ചെയ്യാൻ വേണ്ടി വാങ്ങി വെക്കുന്നതാണ്. നമ്മൾ വെറുതെ കളയുന്ന കാർഡ്ബോർഡ് എല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല നല്ല ഭംഗിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം. വേസ്റ്റ് ഐറ്റംസിൽ നിന്ന് നല്ല പ്രൊഡക്ട്സ് ഉണ്ടാക്കുമ്പോഴാണ് അതിന് കൂടുതൽ വാല്യൂ എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പിന്നെന്താ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രാഫ്റ്റിംഗ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ